രാഹുൽ ഈശ്വർ എന്താണ് തോന്നുന്നത്? ഈ കേരളത്തിൽ ഒരു പൊതുവികാരമുണ്ട്. ആ പൊതുവികാരത്തെ തട്ടിപ്പറിച്ചെടുക്കാൻ ദേശീയ നേതൃത്വം അതിൻ്റെ അധികാരം കൊണ്ട് ശ്രമിക്കുന്നുവെന്ന് ആക്ഷേപിക്കുന്നവരുണ്ട്. താങ്കൾ അതിൻ്റെ കൂടെ ഉണ്ടോ? ആ വിമർശനത്തിൻ്റെ കൂടെ? മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഒരു സംശയവുമില്ല, പട നയിച്ചത് ശ്രീ വി ഡി സതീശനാണ്. എന്നാൽ പട ഒരുക്കിയത് ശ്രീ കെ സി വേണുഗോപാലാണ്. ശ്രീ കെ സി വേണുഗോപാൽ സീറ്റ് അലോക്കേഷൻ, റിസോഴ്സ് മൊബിലൈസേഷൻ, ഡിസിഡൻസിനെ തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ വിമതരെ അല്ലെങ്കിൽ പാർട്ടിക്ക് വെളിയിൽ പോയവരെയും പാർട്ടിയോട് അകന്നു നിൽക്കുന്നവരെയും തിരിച്ചു കൊണ്ടുവരിക, അതോടൊപ്പം എതിർ ക്യാമ്പിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരിക, ഇങ്ങനെ ഒരുപാട് കാര്യം ചെയ്ത് പട ഒരുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ശ്രീ കെ സി വേണുഗോപാലാണ്. എനിക്ക് പേരെടുത്ത എം എൽ എമാരെ പറയാൻ കഴിയും, ഇപ്പം പേരെടുക്കുന്നില്ല. ഞാൻ പല എം എൽ എമാരോട് സംസാരിച്ചു. അവരെല്ലാം കെ സി വേണുഗോപാലിനോട് പറയുന്നത് അദ്ദേഹത്തിന്റെ അധികാരം കണ്ടിട്ടല്ല, നിസ്വാർത്ഥമായി സംഘടനാ രംഗത്ത് കെ സി പ്രവർത്തിച്ച അവരുടെ സ്വന്തം അനുഭവം കണ്ടിട്ടാണ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇതൊരു പട്ടേൽ നെഹ്റു മൂവ്മെന്റ് ആണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ആര് പ്രധാനമന്ത്രിയാകണമെന്നും കോൺഗ്രസിന്റെ തലവനാകണമെന്നും ചോദ്യം വന്നപ്പോ 12ഓളം PCCകൾ അന്ന് സർദാർ പട്ടേലിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അന്നൊരു മഹാത്മാഗാന്ധി കൗണ്ടർ ബാലൻസ് ചെയ്യാനും അതിന്റെ ഉള്ളിലെ സാമുദായിക രാഷ്ട്രീയ സമവാക്യങ്ങൾ ബാലൻസ് ചെയ്യാനുമാണ് മഹാനായ പണ്ഡിറ്റ് നെഹ്റുജിയെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കുന്നത്. അതുപോലൊരു മൊമെന്റ് ഉണ്ടാവുമോ എന്നറിയില്ല. ഒരു സംശയവുമില്ല, നമ്മുടെ നാട്ടിലെ ഒരു പോപ്പുലർ ഫീലർ ശ്രീ വി ഡി സതീശൻ അനുകൂലമാണ്. വിശിഷ്യ നമ്മുടെ ന്യൂനപക്ഷ സമുദായങ്ങൾ, വിശിഷ്യ മുസ്ലിം സഹോദരങ്ങൾ ശ്രീ വി ഡി സതീശനെ ശക്തമായി പിന്തുണയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ സെക്യുലർ ക്രെഡൻഷ്യൽസ് കണ്ടിട്ടാണ്. തികച്ചും മതേതരത്വത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം അങ്ങനെ തന്നെയാണ്. എന്നാൽ ശ്രീ കെ സി വേണുഗോപാലും അതേപോലെ മതസൗഹാർദ്ദത്തിനും മറ്റും വേണ്ടി ഉയർന്നു നിൽക്കുന്നതാണ്. നരേന്ദ്രമോദിജിയുടെ മുഖത്ത് നോക്കി ഞാൻ സ്ഥിരം ഗുരുവായൂരിൽ പോകുന്ന ആളാണെന്നും നാളെ ഗുരുവായൂരിൽ ഹിന്ദുവായ ഒരാളെ അവിടുത്തെ ഭരണത്തിൽ കൊണ്ടുവരരുതെന്ന് മോദിജിയുടെ മുഖത്ത് നോക്കി ശക്തമായി വാദം ഉന്നയിച്ചാണ് ശ്രീ കെ സി വേണുഗോപാലാണ്. 2019 അധികാരത്തിൽ വന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ റീലോഞ്ചിങ്, നമ്മുടെ ഭാരത് ജോഡോ യാത്ര അടക്കം പല കാര്യങ്ങളും ശ്രീ കെ സി വേണുഗോപാൽ കൊണ്ടുവന്ന ഒരാളാണ്. ഞാൻ ഇലക്ഷൻ ദിവസം ശ്രീ അർണബ് ഗോസ്വാമിയുടെ ഒപ്പമായിരുന്നു ഇലക്ഷൻ ഡേയില്. BJP കോൺഗ്രസ് നേതാക്കൾ ഏറ്റവും ആദരവോടുകൂടിയാണ് ശ്രീ കെ സി വേണുഗോപാലിന്റെ പേരെടുക്കുന്നത്. ശ്രീ കെ സി അത്രമാത്രം സ്വീകാരനായ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും സ്റ്റേച്ചറുള്ള നേതാക്കളിൽ ഒരാളാണ്. ശ്രീ വിജയ് മൂന്നാമത് പറഞ്ഞ പേര് കെ സി വേണുഗോപാലിന്റെയാണ്. മല്ലികാർജുന ഖാർഗെയും മൈ ബ്രദർ രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ് കെ സി വേണുഗോപാലിന്റെ പേരാണ് വളരെ ആദരവോടുകൂടി നമ്മുടെ വിജയ് എടുത്തത്. അത് വേറൊന്നിനു വേണ്ടിയല്ല, അത്രമാത്രം ശ്രീ കെ സി വേണുഗോപാലിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. എനിക്കിപ്പോ ഒരേ ഒരു വിഷമം, ശ്രീ കെ സി വേണുഗോപാൽ ഓട് പൊളിച്ചു വന്നതാണ് എന്ന രീതിയിൽ പല ആൾക്കാരും കേരളത്തിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയല്ല, കെ സി കളം നിറഞ്ഞ് കളിച്ച ഒരാളാണ്. ശ്രീ വി ഡി സതീശന്റെ ഫാനാണ് ഞാൻ, സംശയമൊന്നുമില്ല. അദ്ദേഹം ഒരു കടലാഴമാണ് ആ മനുഷ്യന്. അത്രയും വായനയുള്ള വേറൊരാളില്ല. ഒരർത്ഥത്തിൽ കേരളത്തിന്റെ നെഹ്റുവാണ് ശ്രീ വി ഡി സതീശൻ. കേരളത്തിന്റെ സർദാർ പട്ടേലാണ് ശ്രീ കെ സി വേണുഗോപാൽ. നമ്മൾ മറക്കരുത്. ഇവർ തമ്മിൽ ഒരു സെലക്ഷൻ ഉണ്ട്, അത് ആരെടുക്കുമെന്ന് അറിയില്ല. ഇനി കൺസെൻസസ് കാൻഡിഡേറ്റ് ആയി ഇവരെക്കാൾ മുതിർന്ന കേരളത്തിന്റെ ഏറ്റവും മികച്ച ആഭ്യന്തരമന്ത്രിമാരിൽ ഒരാളായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലാജി വരുമോന്ന് നമുക്കറിയില്ല. അപ്പൊ ഇവർ മൂന്നുപേരും ഈക്വലി ഗുഡാണ് എന്നൊരു തിരിച്ചറിവ് വേണം. ഇനി ഒരു കാര്യം കൂടെ സത്യസന്ധമായിട്ട് പറഞ്ഞോട്ടെ, നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ കൂടുതൽ അനുകൂലം, ക്രിസ്ത്യൻ സഹോദരങ്ങൾ കൂടുതൽ അനുകൂലം നമ്മുടെ വി ഡി സതീശൻ അവർക്കാണ്. എന്നാൽ ഹിന്ദു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, വിശിഷ്യ NSS, SNDP ഒക്കെ കൂടുതൽ കംഫർട്ടബിൾ, അലൈൻഡ് എന്ന് ഞാൻ പറയുന്നില്ല, കൂടുതൽ കംഫർട്ടബിൾ ശ്രീ കെ സി വേണുഗോപാലിനോടോ അല്ലെങ്കിൽ ശ്രീ രമേശ് ചെന്നിത്തലാജിയോടോ ആണ്. അപ്പൊ ഒരുപാട് ഇക്വേഷൻസ് നോക്കേണ്ടതുണ്ട്.